ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി ഞങ്ങൾ അമ്മ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. ജെറിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ജെറിയും ജോഷുവും എൻ്റെ അനിയത്തിയുടെ മക്കളാണ്. അങ്ങനെ 5 കുട്ടികളും ചേർന്ന് ഒരുമിച്ച് ബർത്ത്ഡേ കേക്ക് മുറിച്ചു. ഇതിൽ ആരുടെ ബർത്ത്ഡേ ആണെന്ന് പോലും മനസ്സിലാവില്ല, അതുപോലെ അവർ നിന്നിട്ട് പോയി കേക്ക് മുറിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളൊക്കെ ഒന്നിച്ച് ചേരാറ് വല്ലപ്പോഴുമാണ്. അനിയത്തിയും അമ്മയൊക്കെ പണിക്ക് പോകുന്നത് കൊണ്ടും മക്കൾ സ്കൂളിൽ പോകുന്നത് കൊണ്ടും കിട്ടാറില്ല. ഫ്രൈഡ് റൈസും ചിക്കനും അനിയത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഒരിച്ചിരി കഴിച്ചിട്ട് പിന്നെ അടുക്കളയിൽ പോയിട്ട് അമ്മയുടെ മീൻകറിയും ചോറും കൂടെ മേടിച്ച് കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. പിന്നെ കാലത്തേക്ക് മക്കൾ പറഞ്ഞു ബുൾസൈ മതിയെന്ന്. പിന്നെ ബണ്ണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബണ്ണിൻ്റെ നടുക്ക് മുട്ടയും വെച്ച് കൊടുത്തു. ഞാൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും റെഡിയാക്കി അവക്കും മുട്ടയും ബണ്ണും കൂടെ കൊടുത്തിട്ട് അവളെയും നഴ്സറിയിൽ കൊണ്ടുപോയി വിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ഇത് ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇതിനകത്തുണ്ടായിരുന്ന കുഞ്ഞു മീനുകളെയൊക്കെ ഞാൻ മാറ്റി. അത് കഴിഞ്ഞിട്ട് കല്ലുകളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ വീണ്ടും മണി പ്ലാന്റ് അതുപോലെ വെച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം പുതിന ചെടിയുടെ അടുത്ത് പോയിട്ടോ. കുറച്ച് ദിവസം മുമ്പേ ഞാൻ നട്ട് വെച്ചതാണ്. വേരുള്ളത് കണ്ടപ്പോൾ അപ്പോൾ അതൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് മീനും ഇറച്ചിയും തിന്നതുകൊണ്ട് ഇന്ന് വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ടൊരു വെണ്ടയ്ക്ക കറി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ചോറുണ്ടു. വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ ഇച്ചിരി നേന്ത്രപ്പഴം എടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ കാണാം. ബായ്.